ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ഓണം. ആസ് യൂഷ്വൽ നമ്മൾ ഓണം വിഷു ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെ രാവിലെ നേരത്തെ എണീറ്റ് അമ്പലത്തിൽ പോയി. നമ്മൾ അമ്പലത്തിൽ പോകാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ അവിടെ പോകാറ്. കാരണം കിച്ചണിൽ നമ്മുടെ ഒരു വിധം പണികളൊക്കെ തീർത്തതിൻ്റെ ശേഷമാണ് നമ്മൾ അമ്പലത്തിൽ പോകാറ്. അപ്പോൾ ഒരു 9 മണിയൊക്കെ കഴിയും. അമ്പലത്തിൽ പോയി വന്ന് നമ്മൾ ചായ കുടിച്ചു. എല്ലാ വീട്ടിലും കോമൺ ആയിരിക്കും ഇന്നത്തെ ദിവസങ്ങളിൽ പുട്ടും പഴവും പപ്പടും ആയിരിക്കും. നമ്മുടെ വീട്ടിലും അത് തന്നെയായിരുന്നു. ഒരുവിധം എല്ലാം കഴിഞ്ഞ ശേഷമാണ് നമ്മൾ അമ്പലത്തിൽ പോയത്. അതുകൊണ്ട് വലിയ പണി ഉണ്ടായിരുന്നില്ല. വന്നതിന് ശേഷം നമുക്ക് പായസം ബോളി ഉണ്ടാക്കാനായിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ സ്പെഷ്യൽ പായസം ബോളിയായിരുന്നു കേട്ടോ. സദ്യ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് നമ്മൾ ഒരുമിച്ച് ഉണ്ടാക്കുക ചെയ്തു. തലേ ദിവസം നമ്മൾ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് പിറ്റേ ദിവസം നേരത്തെ കഴിഞ്ഞിട്ട് ഉണ്ടാക്കാൻ തുടങ്ങും. പിന്നെ സദ്യ വിളമ്പുന്നത് അമ്മയും അച്ഛനും കൂടിയിട്ടാണ് കേട്ടോ. എല്ലാവരും ഇലയിൽ എല്ലാ പ്രാവശ്യവും അച്ഛനും അമ്മ തന്നെയാണ് എല്ലാതും വിളമ്പി വയ്ക്കുക. നമ്മൾ വിളമ്പി കഴിഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. അതൊരു രസമാണ്. എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ സദ്യയൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. ഇപ്രാവശ്യം നമ്മൾ അവിയൽ, കാളൻ, പുളിയിഞ്ചി ഒരുവിധപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കി. എന്നാലും കൂടുതലൊന്നും ഉണ്ടാക്കിയില്ലേ, കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ. കാരണം ഇത് എല്ലാം ഇനി വൈകുന്നേരം ഫ്രിഡ്ജിലോട്ട് പോകാനാണ്. നമ്മളിപ്പോൾ ആ ഫ്രിഡ്ജ് 2 ദിവസത്തിന് ഭയങ്കര ഹെവി വർക്കാണ് ചെയ്യുന്നത്. ഇനി ഇതെല്ലാം എടുത്ത് നമ്മൾ ചൂടാക്കിയിട്ടാണ് 2 ദിവസം കഴിക്കുക. ഒരുവിധം എല്ലായിടത്തും ഇത് തന്നെയായിരിക്കും അവസ്ഥ എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ നമ്മളെന്താ എല്ലാവരും കൂടി ഇരുന്ന് വൈനു പിന്നെ പപ്പടം മാത്രമേ കഴിച്ചുള്ളൂ. അവനതാണ് ഫേവറേറ്റ്. ഞാൻ പിന്നെ വല്ലാണ്ട് വാശി പഠിപ്പിച്ചില്ല. അവൻ്റെ ഇഷ്ടത്തിന് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഇപ്രാവശ്യം സ്പെഷ്യലായിട്ട് ബോളിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ബോളി സക്സസ് ആയോ എന്ന് ചോദിച്ചാൽ അപ്പം അനിയൻ മാത്രമാണ് ബോളി കഴിച്ചിട്ടുള്ളത്, ഞാനൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അവൻ പറഞ്ഞു അതിൻ്റെ ടേസ്റ്റൊന്നും എത്തിയിട്ടില്ല, എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നെക്സ്റ്റ് ടൈം നമുക്ക് സെറ്റാക്കാം. ഞാൻ വയറ് ഫുള്ളായി കിക്കായി എന്ന് പറയും. പായസം ബോളിയും കൂടി കഴിച്ചപ്പോഴത്തേക്കും നമുക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ ഓണം എങ്ങനെയായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ.